ഹായ് ആൾ, എല്ലാവർക്കും വോയിസ് ആൻഡ് എക്കോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ മൂന്നാമത്തെ മെത്തേഡാണ്. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചത് അതിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ പഠിച്ചു, അതുപോലെ തന്നെ ലോവസ്റ്റ് ടു കോസ്റ്റ് എൻട്രി മെത്തേഡ് പഠിച്ചു. ദെൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അതിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ ഇനിഷ്യൽ സൊല്യൂഷൻ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബൈ വോഗൽസ് മെത്തേഡ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ല ഇത് മറ്റൊരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂളിനും അതുപോലെ ലോവസ്റ്റ് ടു കോസ്റ്റ് എൻട്രി മെത്തേഡിനും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്തത്. അപ്പം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ടല്ലേ. ഒറിജിൻ തന്നിട്ടുണ്ട്, ഡെസ്റ്റിനേഷൻ, സപ്ലൈ എത്രയുണ്ടെന്നുണ്ട്, ഡിമാൻഡ് എത്രയുണ്ട് എന്നുള്ളതെല്ലാം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റിലെ ഒരു കാര്യം ചെക്ക് ചെയ്യാം, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണോ എന്നുള്ളത്. ഇതൊരു ബാലൻസ്ഡ് പ്രോബ്ലം ആണോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് ബാലൻസ്ഡ് പ്രോബ്ലം ആണോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, സപ്ലൈ ഓർ ഡിമാൻഡ് ഏതെങ്കിലും ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കണം. അപ്പം 5 + 8 + 7 + 14 എത്ര വരും? 34 ആണ്. ഓക്കെ, 34 ആണ് വരണത്. ദെൻ ഡിമാൻഡ് എത്രയുണ്ടെന്ന് നോക്കാം. 7 + 9 + 18 എത്രയാണ് വരുന്നത്? 34 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബാലൻസ്ഡ് പ്രോബ്ലം ആണ്. ഓക്കെ, ഫസ്റ്റ് കാര്യം ക്ലിയർ ആയി. ദെൻ ഇനി എങ്ങനെയാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ ചെയ്യണത്, പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ ആദ്യം കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? നോർത്ത് വെസ്റ്റ് കോർണർ ഏതാണോ അവിടെ നമ്മൾ പ്രോഡക്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്, അല്ലേ? അതുപോലെ സെക്കൻഡ് ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡിൽ ആ ഒരു മെട്രിക്സിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് എവിടെയാണോ അവിടെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, പ്രോഡക്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്. എന്നാൽ ഇവിടെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ കുറച്ചും കൂടി നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓരോ റോയിലെയും ഓരോ കോളത്തിലെയും ഓരോ കോളത്തിലെയും നമുക്ക് ഓരോ സെല്ലിലും തന്നിരിക്കണ എന്താണ് കോസ്റ്റ് ആണെന്നറിയില്ലേ. അതിൽ ഏറ്റവും സ്മാളസ്റ്റ് കോസ്റ്റും അതുപോലെ സെക്കൻഡ് സ്മാളസ്റ്റ് കോസ്റ്റും, ഓക്കെ, സ്മാളസ്റ്റും അതുപോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ ഒരു ലോവസ്റ്റ് കോസ്റ്റും അതുപോലെ തന്നെ സെക്കൻഡ് സ്മാളസ്റ്റ് ഏതാണോ അതും തമ്മിൽ മൈനസ് ചെയ്യണം. ഓക്കെ, അതും തമ്മിൽ മൈനസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, എവിടെയാണ് ഇപ്പോൾ റോ വൈസ് ആണെങ്കിൽ ആ റോ വൈസിൽ നമ്മുടെ സപ്ലൈ ഉണ്ടല്ലോ, അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. എന്താണ് നമുക്ക് വരുന്ന ആ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണോ അത് നമ്മൾ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പം ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് റോ 274 എന്നാണ് ഫസ്റ്റ് റോ. അവിടെ സപ്ലൈ എത്രയാണ്? 5 ആണ്. ഓക്കെ, സപ്ലൈ 5 ആണ്. നമുക്ക് ഈ റോയിലെ ഓരോ സെല്ല് 3 സെല്ലല്ലേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, ആ 3 സെല്ലിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്? 2 ആണ്, അല്ലേ? ഏറ്റവും സ്മാളസ്റ്റ് 2 ആണ്. സെക്കൻഡ് സ്മാളസ്റ്റ് ഏതാണ്? 4 ആണ്. ഏറ്റവും സ്മാളസ്റ്റ് 2 ആണ്, സെക്കൻഡ് സ്മാളസ്റ്റ് 4 ആണ്. അപ്പം ഈ സ്മാളസ്റ്റും സെക്കൻഡ് സ്മാളസ്റ്റും തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പം 4 - 2. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് എഴുതുകയാണ്. 4 - 2 എത്ര വരും? 4 - 2 2 വരും. ഓക്കെ, ആ 2 എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ കൊടുക്കുക. അതിനെ നമ്മൾ പെനാലിറ്റി എന്നാണ് പറയുന്നത്. ഞാനിവിടെ പെൻസിൽ വെച്ചിട്ടാണ് എഴുതണത്. പെനാലിറ്റി വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന്, ഓക്കെ, പെനാലിറ്റി, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പെനാലിറ്റി എന്ന് പറയുന്നു. അപ്പം ഈ ബ്രാക്കറ്റിൽ എഴുതുന്നതിനെ നമ്മൾ പെനാലിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് റോ എടുക്കാം. നെക്സ്റ്റ് റോയിൽ ഏറ്റവും സ്മാളസ്റ്റ് ഏതാണ്? 1 ആണ്, അല്ലെ? ഏറ്റവും സ്മാളസ്റ്റ് 1 ആണ്. അതുപോലെ സെക്കൻഡ് സ്മാളസ്റ്റ് 3 തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3 എടുത്താൽ മതിയല്ലോ. അപ്പോൾ സെക്കൻഡ് സ്മാളസ്റ്റ് 3 ആണ്. അപ്പോൾ 3 - 1
അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, 1 - 3 എന്നല്ലേ സ്മോളസ്റ്റും സെക്കൻഡ് സ്മോളസ്റ്റും തമ്മിലല്ലേ കുറയ്ക്കേണ്ടത്, എങ്ങനെയായാലും നമുക്ക് സൈൻ ബാധകമല്ല. ഓക്കെ, സൈൻ നമുക്കിവിടെ എടുക്കേണ്ട കാര്യമില്ല. പെനാൽറ്റിയിൽ നമുക്ക് ഇതിൻ്റെ മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളത് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് വലിയ നമ്പറിൽ നിന്ന് തന്നെ ഞാൻ മൈനസ് ചെയ്യണത്. അപ്പോൾ 3 - 1 എത്ര വരും? 2 വരും. അപ്പോൾ ആ 2 ആണ് ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടത്. ഇവിടുത്തെ കാര്യം ജസ്റ്റ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഞാനിത് ഒന്നും കൂടി ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇനി കോളം വൈസ് എടുക്കുമ്പോൾ നോക്കിയേ, ഈ കോളത്തിലെ ഏറ്റവും സ്മാളസ്റ്റ് നമ്പർ ഏതാണ്? 1 ആണ്. അതുപോലെ സെക്കൻഡ് സ്മാളസ്റ്റ് ഏതാണ്? 2 ആണ്. ഓക്കെ, അപ്പം സ്മാളസ്റ്റ് സെക്കൻഡ് സ്മാളസ്റ്റും തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പോൾ 2 - 1 എത്ര വരും? 1 വരും. അതുപോലെ ഈ കോളത്തിലും എഴുതി ഇവിടെ ബ്രാക്കറ്റിൽ കൊടുക്കണം. ഈ കോളത്തിലും എഴുതി ഇവിടെ ഈ കോളത്തിൽ നിന്നും മൈനസ് ചെയ്ത് ബ്രാക്കറ്റിൽ കൊടുക്കണം. ഇവിടെയും അതുപോലെ തന്നെ ഈ റോയിലതും മൈനസ് ചെയ്ത് കൊടുക്കണം, ഈ റോയിലതും മൈനസ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകൂടി മെട്രിക്സ് എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് റോ നോക്കുക. ഫസ്റ്റ് റോയിൽ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റും സെക്കൻഡ് സ്മാളസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റും ഇവിടെ 2ഉം 4ഉം ആണ്, അത് രണ്ടും. അവ തമ്മിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 4 - 2 എത്ര വരും? 2 വരും. അത് നമ്മളിവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ താഴെ 4 - 2 ആണ് ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കണേ എന്നുള്ളത് എഴുതിയേക്കാം. ഫസ്റ്റ് വൺ. ഇനി നമുക്ക് സെക്കൻഡ്. ഇവിടെ 2 കൊടുത്തല്ലോ ബ്രാക്കറ്റിൽ, പെനാൽറ്റി എന്നാണത് പറയണത്. ഓക്കെ, ബ്രാക്കറ്റിൽ അത് കൊടുക്കുക. ദെൻ സെക്കൻഡ് റോയിൽ ഏറ്റവും സ്മാളസ്റ്റ് എന്ന് പറയുന്നത് 1ഉം സെക്കൻഡ് സ്മാളസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. സോ 1 - 3 എത്ര വരും? 2 വരും അല്ലേ? അതും ബ്രാക്കറ്റിൽ കൊടുക്കുക. 3 - 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ആണ്. ഓക്കെ, അത് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തു. ദെൻ മൂന്നാമത് തേർഡ് റോയിൽ സ്മാളസ്റ്റ് എന്ന് പറയുമ്പോൾ 4ഉം സെക്കൻഡ് സ്മാളസ്റ്റ് 5ഉമാണ്. സ്മാളസ്റ്റ് 4ഉം സെക്കൻഡ് സ്മാളസ്റ്റ് 5ഉമാണ്. അപ്പം 5 - 4 എന്ന് പറയുമ്പോൾ 1 ആണ് അല്ലേ? 5 - 4 എന്ന് പറയുന്നത് 1 ആണ്. അത് ബ്രാക്കറ്റിൽ അവിടെ നോട്ട് ചെയ്തു. 5 - 4 1. ദെൻ നെക്സ്റ്റ് 2. നെക്സ്റ്റ് റോ സ്മാളസ്റ്റ് ഏതാണ്? 1 ആണ്. സെക്കൻഡ് സ്മാളസ്റ്റ് 2 ആണ്. അപ്പോൾ 2 - 1 എന്ന് പറയുമ്പോൾ 1. ഓക്കെ, 2 - 1 എന്ന് പറയുമ്പോൾ 1. റോ എല്ലാം ക്ലിയർ ആയല്ലോ? റോ എല്ലാം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പെനാൽറ്റി കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് കോളം വൈസുള്ള പെനാൽറ്റി കണ്ടുപിടിക്കാം. ഫസ്റ്റ് കോളം എടുക്കാം. ഫസ്റ്റ് കോളത്തിൽ ഏറ്റവും സ്മാളസ്റ്റ് ഏതാണ്? 1 ആണ്. ഓക്കെ, നമുക്കിവിടെ റോ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് കോളമാണ്. ഏറ്റവും സ്മാളസ്റ്റ് ഏതാണ്? 1 ആണ് അല്ലേ? സെക്കൻഡ് സ്മാളസ്റ്റ് ഏതാണ്? 2 ആണ്. സോ 2 - 1 എന്ന് പറയുമ്പോൾ എത്ര വരും? 1 വരും. ഓക്കെ, 2 - 1 1 വരും. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? 2 - 1 ആണ്, 1. നെക്സ്റ്റ് സെക്കൻഡ് കോളത്തിൽ ഏറ്റവും സ്മാളസ്റ്റ് ഏതാണ്? 3 ആണ് അല്ലേ? സെക്കൻഡ് സ്മാളസ്റ്റ് ഏതാണ്? 4 ആണ്. അപ്പോൾ 4 - 3 എന്ന് പറയുമ്പം എത്ര വരും? 1 തന്നെ വരും അല്ലേ? 1. 4 - 3 = 1. നെക്സ്റ്റ് മൂന്നാമത്തെ കോളത്തിൽ ഏറ്റവും സ്മാളസ്റ്റ് ഏതാണ്? 1 ആണ്. സെക്കൻഡ് സ്മാളസ്റ്റ് ഏതാണ്? 2 ആണ്. സോ 2 - 1 1. അവിടെയും 1 വരും. ക്ലിയർ ആണല്ലോ അല്ലേ? ഇവിടെ താഴെ എഴുതിയേക്കണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ മൂന്നാമത്തതിൽ 2 - 1 1 വന്നു. 2 - 1 അല്ലേ? 1 വന്നു. അപ്പോൾ നമുക്ക് എല്ലാ റോയിലതും കിട്ടി, എല്ലാ കോളത്തിലെയും എന്ത് കിട്ടി? പെനാൽറ്റി കിട്ടി. ഇനി എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. പെനാൽറ്റി കണ്ടുപിടിക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി ഏതാണെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ 2 2 1 1. ഇനി ഇവിടുത്തെ കേസ് എടുക്കാം. കോളത്തിലെ കേസ് എടുക്കുമ്പോൾ 1 1 1. അപ്പം ഇതെല്ലാം 1 ആണ്. ഇത് ഇവിടെയും 1 ആണ്. പിന്നെ ഹയസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? 2 ആണുള്ളത്. അത് 2 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഹയസ്റ്റ് ആയിട്ടുള്ള, അപ്പം റൂളെന്ന് പറഞ്ഞാൽ
ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി ഏതാണോ അത് എവിടെയാണ്, ഇപ്പോൾ കോളത്തിലാണോ റോയിലാണോ, എവിടെയായാലും ഹയസ്റ്റ് പെനാൽറ്റി വരുന്ന ആ കോളത്തിലോ റോയിലോ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് കാണുമല്ലോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഇതെടുക്കാം. അത് നമുക്ക് പെൻസിൽ വെച്ച് നോട്ട് ചെയ്യാം. ഈ ഒരു ഫസ്റ്റ് ഇതാണെന്ന് വെച്ചെടുക്കാം. ഓക്കെ, ഇവിടെ 2 2 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് എടുക്കുകയാണ്, ഫസ്റ്റത്തെ പെനാൽറ്റി ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റോയിലാണ് എന്ത് കൊടുക്കാനുള്ളത്, നമ്മളുടെ അലോക്കേഷൻ നടത്താനുള്ളത് ഈ ഒരു റോയിലാണ്. ഈ ഒരു റോയിലെ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ലോവസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് കോസ്റ്റ് ഏതാണെന്ന് നോക്കുക. ഏതാണത്? 2 ആണ് അല്ലേ. ഈ ഒരു റോയിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? 2 ആണ്. ഇനി ഇവിടെ എത്ര ഇവർക്ക് സപ്ലൈ ചെയ്യാനുണ്ട്? അപ്പോൾ പെനാൽറ്റി അല്ല നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്താണ്, അവിടെ എത്ര പ്രോഡക്റ്റ് ആണോ ഉള്ളത് അതാണ് നമുക്കിവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര പ്രോഡക്റ്റ് ആണ് അവർക്ക് സപ്ലൈ ചെയ്യാനുള്ളത്? 5 എണ്ണം അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കൊടുക്കേണ്ട സ്ഥലം എവിടെയാണ്? ഈ 2 ആണ്. സോ അവിടുത്തെ ഡിമാൻഡ് നമ്മൾ നോക്കുക. എത്രയാണ് അവരുടെ ഡിമാൻഡ്? അവരുടെ ഡിമാൻഡ് 7 എണ്ണമാണ്. ഓക്കെ, 7 എണ്ണം അവർക്ക് ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ എത്ര എണ്ണമുണ്ട്? 5 എണ്ണമുണ്ട്. സോ നമുക്കിവിടെ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ആ 5 എണ്ണം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ 5 എണ്ണം നമുക്കിവിടെ ധൈര്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി എവിടെയാണോ ആ റോയിലെ അല്ലെങ്കിൽ കൊളത്തിലെ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റിൻ്റെ അവിടെ വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട് അലോക്കേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡാണ് എടുത്തതെന്ന് വെച്ചോളൂ, ഇത് നമുക്ക് എടുക്കാൻ താല്പര്യമില്ല, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യത്തത്. സോ നമ്മൾ ഇതാണ് എടുത്തെങ്കിലും കുഴപ്പമില്ല. ഇതെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടുത്തെ ഈ ഒരു റോയിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണ്? 1 ആണ്. അപ്പോൾ നമ്മൾ ആ 1ൻ്റെ അവിടെ വേണം എന്ത് ചെയ്ത് കൊടുക്കാൻ? അലോക്കേഷൻ കൊടുക്കാൻ. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് മെട്രിക്സിൽ നമ്മൾ എന്താണ് അലോക്കേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുൻപേ ആ റൂൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും മെട്രിക്സ് വരച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കുക, ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി എവിടെയാണെന്ന് നോക്കുക. എവിടെയാണ് ഹയസ്റ്റ് പെനാൽറ്റി? ഈ 2 ആണ് ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ 2 പെനാൽറ്റികൾ ഒരേപോലെ ഹയസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് പെനാൽറ്റിയുടെ അവിടെ തന്നെ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു റോയിലാണ്. അപ്പോൾ നമുക്ക് എത്ര സപ്ലൈ ഉള്ളത് അവിടെ? 5 ഉണ്ടല്ലേ. പ്രോഡക്ട്സ് എത്രയെണ്ണം ഉണ്ട്? 5 ഉണ്ട്. ഡിമാൻഡ് ഓക്കെ, സപ്ലൈ എത്രയാണ്? 5 ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റോയിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏറ്റവും ലോവസ്റ്റ് ഏതാണ്? 2 ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? അലോക്കേഷന് വേണ്ടി കൊടുക്കുക. ഇവിടെ 2ൻ്റെ അവിടെയാണ് കൊടുക്കണമെങ്കിൽ ഇവിടെ സപ്ലൈ 5 ഉണ്ട് എങ്കിൽ 2ൻ്റെ അവിടെ എത്ര ഡിമാൻഡ് ഉള്ളത്? 7 ആണ് ഡിമാൻഡ് ഉള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊടുക്കാം അല്ലേ. അപ്പോൾ ആ 5 നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിലുള്ള ആ 5 ഫുള്ള് കൊടുക്കാം. കാരണം ഇവർക്ക് 7 ആവശ്യമുണ്ട്, നമുക്ക് 7 കൊടുക്കാൻ കഴിയില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? 5 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ ഒരു റോ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം അല്ലേ. ഈ ഒരു റോ നമുക്കിനി വേണ്ടല്ലോ, കാരണം നമ്മൾ അവിടെയുള്ള നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് ഫുള്ള് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അവൈലബിൾ ആയിട്ടുള്ള എല്ലാം നമ്മൾ ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾക്ക് അടുത്ത ഒരു റെഡ്യൂസ്ഡ് മെട്രിക്സ് വരും അല്ലേ. ഈ ഒരു റോ പോയിട്ടുള്ള ബാക്കിയുള്ള റെഡ്യൂസ്ഡ് മെട്രിക്സ് ആണ് നെക്സ്റ്റ് വരുന്നത് അല്ലേ. ഈ ഒരു ബാക്കിയുള്ള ഭാഗം വരുമ്പോൾ ഇനി പുതുതായിട്ട് വീണ്ടും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പെനാൽറ്റി കണ്ടുപിടിക്കണം. വേണ്ടേ? കാര്യം എന്താണ്? ഈ ഒരു റോ പോയി, അപ്പോൾ തന്നെ ഇവിടെയുള്ള ഡിഫറൻസിന് വ്യത്യാസം ഉണ്ടാകും അല്ലേ. നേരത്തെ ഈ 2 ഉള്ളത് കൊണ്ടാണ് ഇവിടെ പെനാൽറ്റി എന്ത് വന്നത്? 1 വന്നത്. എന്നാൽ ഇപ്പോഴും നോക്കി, ഇത് ഇത്രയേ ഉള്ളൂ. ഇവിടെ പെനാൽറ്റി 1 ആണോ വരുന്നത്? അല്ല അല്ലേ. ഏറ്റവും സ്മാളസ്റ്റ് 1ഉം സെക്കൻഡ് സ്മാളസ്റ്റ് 3ഉം ആണ്. അപ്പോൾ തന്നെ പെനാൽറ്റി എത്ര വരും? 2 വരും.
അല്ലേ? അപ്പോൾ പെനാൽറ്റിക്ക് എന്ത് വരുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ റെഡ്യൂസ്ഡ് മെട്രിക്സ് നമ്മൾ വരയ്ക്കുമ്പോൾ പെനാൽറ്റിയും നമ്മൾ എന്ത് ചെയ്യണം? പുതുതായിട്ട് ഇനി കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് അതിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി ഏതാണോ അതിന് വരുന്ന റോ ഓർ കോളം എവിടെയാണോ ലോവസ്റ്റ് എലമെൻ്റ് ഉള്ളത് ആ ലോവസ്റ്റ് എലമെൻറ്റിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? അലോക്കേഷൻ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെഡ്യൂസ്ഡ് മെട്രിക്സ് വരയ്ക്കാം, എന്നിട്ട് ബാക്കി ചെയ്യാം. നമ്മൾ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള മെട്രിക്സ് വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പെനാൽറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, പെനാൽറ്റിയും കണ്ടുപിടിച്ച് അലോക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരേ ഇതിനകത്ത് തന്നെ ചെയ്യാം, ഒരേ മെട്രിക്സിൽ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം പെനാൽറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അതേ മൈനസ് എന്താണ്? സെക്കൻഡ് ലോവസ്റ്റ്. ഓക്കെ, ഇവിടെ അപ്പം 3യും 1ഉം ആണ്. 3 - 1 എത്രയാണ്? 2 ആണ് വരണത്. ദെൻ നെക്സ്റ്റ് ഇവിടെ എത്രയാണ്? ഏറ്റവും സ്മാളസ്റ്റ് 4ഉം സെക്കൻഡ് സ്മാളസ്റ്റ് 5ഉമാണ്. അപ്പോൾ ഇവിടെ വരുന്ന പെനാൽറ്റി എന്ന് പറയുമ്പോൾ 5 - 4 1 ആണ് വരണത്. ദെൻ ഇവിടുത്തെ കേസ് വരുമ്പോൾ സ്മാളസ്റ്റ് 1ഉം സെക്കൻഡ് സ്മാളസ്റ്റ് 2ഉം ആണ്. 2ഉമാണ് വരണത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെയും പെനാൽറ്റി എത്രയാണ്? 2 - 1 1 ആണ് പെനാൽറ്റി. ഇനി നമുക്ക് റോ വൈസ് കോളം വൈസ് നോക്കാം. കോളം വൈസിൽ ഏറ്റവും സ്മാളസ്റ്റ് 1ഉം സെക്കൻഡ് സ്മാളസ്റ്റ് 3ഉമാണ്. അപ്പോൾ 3 - 1 2, അപ്പം പെനാൽറ്റി 2 വരും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ സ്മാളസ്റ്റ് 3യും സെക്കൻഡ് സ്മാളസ്റ്റ് 4ഉം ആണ്. 4 - 3 പെനാൽറ്റി എത്ര വരും? 1 വരും. നെക്സ്റ്റ് കോളം സ്മാളസ്റ്റ് 1 ആണ്, സെക്കൻഡ് സ്മാളസ്റ്റ് 2 ആണ്. അപ്പോൾ പെനാൽറ്റി 2 - 1 എത്ര വരും? 1 വരും. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നെക്സ്റ്റ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി നോക്കുക. ഇവിടെ നോക്കുമ്പോൾ 2 1 1, ഇവിടെയും 2 1 1 അല്ലേ? അപ്പോൾ നമുക്ക് ഹയസ്റ്റ് പെനാൽറ്റി 2 ആണ് വന്നിരിക്കുന്നത്. രണ്ടിടത്ത് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇഷ്ടമുള്ളിടത്ത് എന്ത് ചെയ്യാം? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കപ്പോൾ ഞാൻ ഈ ഒരു റോയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റോയിൽ ഞാൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഈ ഒരു റോയിലെ ഏറ്റവും സ്മാളസ്റ്റ് എലമെൻറ്റിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? അലോക്കേറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു റോയിലെ സ്മാളസ്റ്റ് എലമെൻറ്റ് ഏതാണ്? 1 ആണ് അല്ലേ? അവിടെ വേണം എനിക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴും ഞാൻ അലോക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എത്രയാണ് സപ്ലൈ ഉള്ളത്? 8 ആണുള്ളത് അല്ലേ? ഇവിടെ എത്ര ഡിമാൻഡ് ഉണ്ട്? 18. ഇവിടെ ഇവർക്ക് 8 പ്രോഡക്ട്സേ കൊടുക്കാനുള്ളൂ. പക്ഷേ ഇവരുടെ ഡിമാൻഡ് എത്രയാണ്? 18 ആണ്. നമ്മൾക്ക് കയ്യിലുള്ളത് എന്ത് ചെയ്യാം? കൊടുക്കാം. ഓക്കെ, അപ്പം 8 നമ്മൾ കൊടുത്തു. അങ്ങനെ 8 കൊടുക്കുമ്പോൾ ഈ ഒരു റോ സ്വാഭാവികമായിട്ടും എന്തായി പോവും? കട്ടായി പോവും അല്ലേ? അങ്ങനെ നമ്മൾ ആ ഒരു റോയും കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എത്രയായി? 8 കിട്ടിയില്ലേ? ഇനിയിപ്പോൾ 10 വരും അല്ലേ? ഇനി ഇവിടുത്തെ ഡിമാൻഡ് എത്രയാണ്? 10 ആയി മാറി. ഇനി നമ്മൾ ഇത് ബാക്കിയുള്ള മെട്രിക്സ് ഓക്കെ, ഈ റെഡ്യൂസ്ഡ് മെട്രിക്സ് നെക്സ്റ്റ് വരയ്ക്കുക. വീണ്ടും എന്ത് കണ്ടുപിടിക്കുക? പെനാൽറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് റെഡ്യൂസ്ഡ് മെട്രിക്സ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിൻ്റെ പെനാൽറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ ഏതാണ് സ്മാളസ്റ്റ് ആയിട്ടുള്ള? ഈ റോയിലെ സ്മാളസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണ്? 4 ആണ്. സെക്കൻഡ് സ്മാളസ്റ്റ് ഏതാണ്? 5 ആണ്. സോ 5 - 4 1 വരും. ഓക്കെ, നെക്സ്റ്റ് ഇവിടുത്തെ സെക്കൻഡ് റോയിൽ ഏറ്റവും സ്മാളസ്റ്റ് ഏതാണ്? 1 ആണ്. സെക്കൻഡ് സ്മാളസ്റ്റ് 2 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 2 - 1 1. ഇനി കോളം വൈസ് ആണ്. ആകെ 2 എണ്ണേ ഉള്ളൂ. സോ അത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാം അല്ലേ? 1 മൈനസ് അല്ലെങ്കിൽ 5 - 1 എത്ര വരും? 4 വരും. പെനാൽറ്റി 4. ഇവിടെ 4ഉം 6ഉമാണ്. 6 - 4 എത്രയാണ് പെനാൽറ്റി വരുന്നത്? 2 ആണ് വരുന്നത്. ഇവിടെ 7ഉം 2ഉമാണ്. 7 - 2 പെനാൽറ്റി എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. ഓക്കെ, പെനാൽറ്റി എല്ലാത്തിൻ്റെയും കണ്ടുപിടിച്ചു അല്ലേ? റോയുടെയും കോളത്തിൻ്റെയും പെനാൽറ്റി കണ്ടുപിടിച്ചു. ഇനി ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി ഏതാണ്? 4 2 5 1 1. ഏതാണ് ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി? 5 ആണ്. ഇനി ആ ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി ഈ ഒരു കോളത്തിലാണ് വരണത് അല്ലേ? ഇവിടെ എവിടെയാണ് ഇനി നമ്മൾക്ക് പ്രോഡക്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്? ഈ ഒരു കോളത്തിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് നോക്കുക. ഏതാണ് ലോവസ്റ്റ്? 2 ആണ്.
സോ 2ൻ്റെ അവിടെയാണ് നമുക്ക് അലോക്കേഷൻ കൊടുക്കാനുള്ളത്. ഓക്കെ, 2ൻ്റെ അവിടെയാണ് നമുക്ക് അലോക്കേഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണ് 2ൻ്റെ അവിടെ സപ്ലൈ ഉള്ളത്? എത്രയാണ്? 14 ആണ് സപ്ലൈ ഉള്ളത്. എത്രയാണ് ആവശ്യം? 10 ആണ് ആവശ്യം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10 കൊടുക്കാം അല്ലേ? ഇതിനകത്തുനിന്ന് 10 സപ്ലൈ അവൈലബിൾ പ്രോഡക്റ്റ് എത്രയാണ്? 14 ആണ്. നമ്മുടെ ഡിമാൻഡ് എത്രയാണ്? 10 ആണ്. സോ നമുക്ക് 10 എണ്ണം മതി, 14 എണ്ണം ഉണ്ട്. 10 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് കൊടുക്കാം. 10 എണ്ണം കൊടുത്തു കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഇവിടെ 4 ആകും അല്ലേ? അങ്ങനെ ഈ ഒരു കോളം നമ്മുടെ ഡിമാൻഡ് ഫുൾ മീറ്റായി. സോ നമുക്ക് ഈ ഒരു കോളം നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഇനി ബാക്കിയുള്ള റെഡ്യൂസ്ഡ് ആയിട്ടുള്ള മെട്രിക്സ് നമുക്ക് കൊടുക്കാം. അപ്പം നമുക്ക് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള മെട്രിക്സ് വീണ്ടും വരച്ചു. ഇനി എന്ത് ചെയ്യാം? ഇവിടുത്തെ പെനാൽറ്റി കണ്ടുപിടിക്കാം. ഇവിടെ ആകെ 2 എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ 5ഉം 4ഉം അല്ലേ? 4 ആണ് സ്മാളസ്റ്റ്, സെക്കൻഡ് സ്മാളസ്റ്റ് 5 ആണ്. 2 എലമെൻറ്റ്, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ 5 - 4 1 വരും. പെനാൽറ്റി 1. ഓക്കെ, ദെൻ നെക്സ്റ്റിനകത്ത് 1ഉം 6ഉമാണ്. സോ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ പെനാൽറ്റി എത്രയാണ്? 5 വരും. ദെൻ ഇവിടെ 5ഉം 1ഉം ആണ് എലമെൻറ്റ്സ് ഉള്ളത്. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ പെനാൽറ്റി എത്ര വരും? 4 വരും. ഓക്കെ, ഇവിടെ രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പം പെനാൽറ്റി എത്ര വരും? 6ഉം 4ഉം പെനാൽറ്റി എത്ര വരും? 2 വരും. ഓക്കെ, 2 വരും. അപ്പോൾ നമ്മൾ പെനാൽറ്റി കണ്ടുപിടിച്ചു. ഇനി ഇതിലേറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി ഏതാണ്? 5 ആണ് അല്ലേ? ഇതിലേറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി ഏതാണ്? 5 ആണ്. സോ 4 2 1 5 ഏതാണ് ഹയസ്റ്റ്? 5 ആണ്. സോ നമ്മൾക്ക് ആ 5ൽ എന്ത് ചെയ്യാം? 5 എവിടെയാണ്? ഈ റോയിലാണ് വരണത് അല്ലേ? 5ലെ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് അലോക്കേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ എത്രയാണ് സപ്ലൈ ഉള്ളത്? അപ്പം ഇവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണ്? 1 ആണ്. സോ ഇവിടെയാണ് നമുക്ക് അലോക്കേഷൻ കൊടുക്കാനുള്ളത്. ഇവിടുത്തെ സപ്ലൈ, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് 4 എണ്ണം ഉണ്ട്. ഇവിടെ ഇവർക്ക് ഡിമാൻഡ് എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ അല്ലേ? ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് 4 എണ്ണം ഉണ്ട്, പക്ഷേ ഇവരുടെ ഡിമാൻഡ് 2 എണ്ണേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ 4 എണ്ണം കൊടുക്കണോ? വേണ്ട, 2 എണ്ണം കൊടുത്താൽ മതി അല്ലേ? കാരണം അവൈലബിൾ ആയിട്ട് 4 എണ്ണം ഉണ്ടെങ്കിലും ഡിമാൻഡ് എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. സോ നമ്മൾ ആ 2 കൊടുത്തു. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഡിമാൻഡ് ഫുള്ള് മീറ്റായി. സോ നമുക്ക് ഈ ഒരു കോളം എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് വരുന്ന ബാക്കിയുള്ള മെട്രിക്സ് എന്ത് ചെയ്യാം? നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മെട്രിക്സ് വരച്ചു. ഇനി നോക്കിയേ, ഇവിടെ സപ്ലൈ 7ഉം 2ഉം, ഇവിടെ ഡിമാൻഡ് 9ഉമാണ്. ഇവിടെ ആകെ 2 എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ നമുക്കിനി പെനാൽറ്റി ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാരണം ആകെ 2 എലമെൻ്റ് അല്ലേ ഉള്ളൂ. ഇനി പെനാൽറ്റി ഒന്നും കണ്ടുപിടിക്കേണ്ട. നമുക്കിവിടെ അറിയാം സപ്ലൈ എത്രയാണ്? 7ഉം 2ഉം. 7ഉം 2ഉം വരുമ്പം 9 വരും. ഇവിടെ ഡിമാൻഡ് മൊത്തം 9 ആണ്. സോ ഈ 7 ഫസ്റ്റ് എവിടെയും കൊടുക്കാം. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അവിടെ ഈ 7 എന്ന് പറയുന്ന 7 പ്രോഡക്ട്സ് ഇവിടെ കൊടുക്കാം. ദെൻ 2 പ്രോഡക്ട്സ് ഉള്ളത് 6ൻ്റെ അവിടെ നമുക്ക് കൊടുക്കാം. അപ്പോഴും നമ്മുടെ ടോട്ടൽ ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത്രയാണ് നമ്മളുടെ എന്തെന്ന് പറയണത്? മെട്രിക്സിനകത്ത് അലോക്കേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുവരെ ചെയ്ത എല്ലാ അലോക്കേഷൻസും നമ്മളുടെ ഫസ്റ്റ് മെട്രിക്സിനകത്ത് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ എല്ലാം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം നേരത്തെ നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂളും ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡും എല്ലാം പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ കൊടുത്തിരിക്കുന്ന അലോക്കേഷൻസ് കറക്റ്റ് ആണോ എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് എന്താണ് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഏതായിരുന്നു? m+n - 1. ഓക്കെ, അത് m എന്ന് പറയുമ്പോൾ റോയെ, n എന്ന് പറയുമ്പം കോളം. ഇവിടെ എത്ര റോയുണ്ട്? 1 2 3 4 റോയുണ്ട്. എത്ര കോളം ഉണ്ട്? 3 കോളം ഉണ്ട്. അപ്പോൾ 4 + 3 - 1 7 - 1 6. അപ്പം ഈ ഒരു മെട്രിക്സിൽ 6 അലോക്കേഷൻസ് ആണ് വരാനുള്ളത്. നമുക്ക് നോക്കാം ഇവിടെ 6 അലോക്കേഷൻസ് വന്നിട്ടുണ്ടോ എന്ന്. 1 2 3 4 5 6 അലോക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ അലോക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു മെട്രിക്സിൽ 6 അലോക്കേഷൻസ് ആണ് വരേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിമാൻഡും സപ്ലൈ ഒക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് റോയും കോളവും ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5 + 2 7 7 + 2 9 8 + 10 18 5.
പിന്നെ ഇവിടെ 8, 7, 14, 2 + 10 14 എല്ലാം കറക്റ്റാണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ തന്നെ കോസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കണം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഓരോ സെല്ലിലും തന്നിരിക്കുന്നത് യൂണിറ്റ് കോസ്റ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. O1 എന്ന് പറയുന്ന ഒറിജിനിൽ നിന്നും D1 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ഒരു യൂണിറ്റ് കൊണ്ടുപോകാൻ വേണ്ട കോസ്റ്റ് എത്രയാണ്? 2 ആണ്. അങ്ങനെ എത്ര പ്രോഡക്റ്റ് പോയിട്ടുണ്ട്? 5 പ്രോഡക്റ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം 5 × 2 10 അല്ലേ. അതുപോലെ നെക്സ്റ്റ് ഇവിടെ O2 എന്ന് പറയുന്ന ഒറിജിനിൽ നിന്നും D3 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോകാൻ വേണ്ട കോസ്റ്റ് 1 ആണ്. ഓക്കെ, യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ എത്ര പ്രോഡക്റ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്? 8 പ്രോഡക്റ്റ്സ് ആണ്. അപ്പം 8 പ്രോഡക്റ്റ്സിന് വേണ്ടുന്ന കോസ്റ്റ് എത്രയാണ്? 8. ദെൻ O3 എന്ന് പറയുന്ന ഒറിജിനിൽ നിന്നും D2 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോകാൻ വേണ്ടുന്ന കോസ്റ്റ് 4 ആണ്. അങ്ങനെ എത്ര പ്രോഡക്റ്റ്സ് ഉണ്ട്? 7 പ്രോഡക്റ്റ്സ് ഉണ്ട്. 7 × 4 28. ഓക്കെ, അതുപോലെ O4 എന്ന് പറയുന്ന ഒറിജിനിൽ നിന്നും D1 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ഒരു പ്രോഡക്റ്റ് എത്തിക്കാൻ ഒരു കോസ്റ്റ് 1 രൂപയാണ് ആകുന്നത്. അങ്ങനെ ടോട്ടൽ എത്ര ആയിട്ടുണ്ട്? 2. ഓക്കെ, അതുപോലെ ബാക്കി 2 O4ൽ നിന്നും D2യിലേക്ക് എത്രയാണ്? 2 പ്രോഡക്റ്റ്സ് എത്തിച്ചിട്ടുണ്ട്. 6 ആണ് കോസ്റ്റ്. അപ്പോൾ 6 × 2 12. ഓക്കെ, അതുപോലെ 10 × 2 20. ഇനി നമ്മൾ ഇതെന്ത് ചെയ്യുക? ടോട്ടലി ചെയ്ത് എഴുതണം. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. നമ്മൾ 5 × 2 കൊടുത്തു. ഓക്കെ, 8 × 1, 7 × 4, 2 × 1, 2 × 6, 10 × 2. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാം. ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 10. 5 × 2 10 പ്ലസ് 8 × 1 8 പ്ലസ് 7 × 4 28 പ്ലസ് 2 × 1 2 പ്ലസ് 6 × 2 12 പ്ലസ് 10 × 2 20. ടോട്ടൽ എത്ര വരും? ടോട്ടൽ 80 വരും. ഓക്കെ, 80 രൂപയാണ് ടോട്ടൽ നമുക്കുണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കും. മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഒരു പെനാൽറ്റി കണ്ടുപിടിക്കണം. അതുപോലെ പെനാൽറ്റി ഹയസ്റ്റ് ആയിട്ടുള്ളതിനകത്ത് റോയോർ കോളം എവിടെയാണോ അവിടെ അതിൻ്റെ ലോവസ്റ്റ് എലമെൻ്റ് ഏതാണോ അവിടെ വേണം നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ.